നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഗൈസ്, അന്നേരം കഴിഞ്ഞ ദിവസം നമ്മുടെ കിച്ചു RD, അതായത് നമ്മുടെ രേണു ചേച്ചിയുടെ മകൻ കിച്ചു നമ്മളൊരു വീഡിയോ ഇട്ടേക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടതിന് ശേഷം ബാക്കി സംസാരിക്കാം. കാരണം വീഡിയോയുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രേണു ചേച്ചി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കിച്ചുവിനെ ആദ്യമായിട്ട് കാണുന്ന ഒരു വീഡിയോ ആണ്. ആക്ച്വലി അത് അവര് കിച്ചു വന്ന് ഭയങ്കര, നമുക്കത് വീഡിയോ കാണാം, കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. ഇറങ്ങി എന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാനും അമ്മനെ ഒന്ന് കാണാനും അല്ലേ. അപ്പം അങ്ങനെയൊക്കെ എന്താണ് അമ്മ ബിഗ് ബോസിൽ നിന്നിട്ടുള്ള അഭിപ്രായം? രണ്ടുപേരുടെ റീലും ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കും. നന്നായി കളിച്ചു, പക്ഷെ നിൽക്കായിരുന്നു, വോട്ടിംഗ് ഉണ്ടായിരുന്നു, നല്ല വോട്ടിംഗ് ഉണ്ടായിരുന്നു, ഇന്നായിരുന്നെ നല്ലതായിരുന്നു. ഫൈനലി എക്സ്പീരിയൻസ് ബിഗ് ബോസിലെ എക്സ്പീരിയൻസ് 35 ദിവസം നിൽക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ കരുതിയില്ല. 1 വീക്കെങ്കിലും നിൽക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷേ 35 ദിവസം വോട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നല്ലേ. നമ്മൾ മെന്റലി ഡൗൺ ആയിപ്പോയി. കുറച്ച് സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തിയാണ്. എന്തായാലും പോസിറ്റീവ് നെഗറ്റീവ് മാറി പോസിറ്റീവിലേക്ക് വന്നു. ഓക്കെ ഗൈസ്, രേണു ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്താം എന്നൊരു കാര്യം. അത് ഗായകരെ സംബന്ധിച്ചോളം സ്വരം നന്നാവുമ്പോഴത്തേക്കിന് അവര് ആക്ച്വലി നല്ലൊരു ഗായകർ എന്നൊരു രീതിയിലേക്ക് എത്തിപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങാൻ തക്കമുള്ള ആ ഒരു സാഹചര്യത്തെ രേണു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ഉപയോഗിക്കുന്നത് എന്നുള്ളതിൽ എന്റെ കുറച്ച് അഭിപ്രായങ്ങളാണ് ഗൈസ് ഈ ഒരു വീഡിയോയിൽ ആദ്യം പറയുന്നത്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് രേണുസുതി അന്നേ നെഗറ്റീവുമായ ആ ഒരു കാര്യത്തിൽ, കാരണം അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോ വീണ്ടും വീണ്ടും ആ ഒരു കാര്യം പറയുന്നത് നിങ്ങൾക്ക് അരോചകമായിരിക്കും. കരിയറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയ യാത്രയിൽ ഒരുപാട് നെഗറ്റീവ് അവർക്ക് നേരിടേണ്ടി വന്നു. ഈ ഒരു സ്ത്രീ എന്തുകൊണ്ടാണ്, ആൾക്കാരാണ് പല രീതിയിൽ കാണുന്ന കാഴ്ചപ്പാടുള്ളവരാണ്, അതിൽ നെഗറ്റീവ് പറയുന്നവരായിരുന്നു കൂടുതൽ. ഇവർക്ക് വേറെ എന്തെങ്കിലും പണി ചെയ്ത് ജീവിച്ചുകൂടെ, പക്ഷെ അവർക്ക് ഇഷ്ടം ആക്ടിങ് കരിയർ ആയിരുന്നു, അവരതിൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെ മുന്നോട്ട് പോയ സമയത്തായിരുന്നു അവർക്ക് ഇതുപോലെ നെഗറ്റീവ് കമന്റുകൾ. പക്ഷെ എന്നിരുന്നാലും അവരുടെ ഭാഗ്യം കൊണ്ടായിരിക്കാം നെഗറ്റീവിലൂടെ പ്രശസ്തയായ ഒരു വ്യക്തി ആദ്യമായിട്ടായിരിക്കും ലാലേട്ടന്റെ ബിഗ് ബോസിലേക്ക് വരുന്നത്. എന്നാലും അവർക്ക് ആ ഒരു അവസരം കിട്ടി. പക്ഷെ എന്നിരുന്നാലും അവര് കാണിച്ച ഒരു കാര്യത്തിൽ ഞാൻ അവരെ ഭയങ്കരമായിട്ട് നമുക്കൊരു അഭിമാനം ആക്ച്വലി തോന്നുന്നുണ്ട്. കാരണം ഇത്ര അഭിമാനം എന്നല്ല, ഒരു ഞെട്ടിക്കുന്നുണ്ട് ആക്ച്വലി. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഷോയില് ഒരു ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിൽക്കുന്ന പല കണ്ടസ്റ്റൻസിന്റെയും ജീവചരിത്രം നമ്മൾ കേട്ടപ്പം, അനീഷ് എന്ന് പറയുന്നത്, ബിഗ് ബോസ് നമുക്ക് കണ്ടിന്യൂ കാണുന്നവർക്കാണ്. അനീഷ് എന്ന് പറയുന്ന വ്യക്തിയൊക്കെ 5 വർഷമായിട്ട് അദ്ദേഹത്തിന് ആഗ്രഹമായിരുന്നു ബിഗ് ബോസിലേക്ക് കയറുക. ജോലി പോലും രാജിവെച്ച് അതിനുവേണ്ടി പ്രയത്നിച്ച ഒരാളാണ്. അന്നേരം രേണു ചേച്ചിക്ക് ആ ഒരു അവസരം കിട്ടി, അവരത് കയറി. പക്ഷെ എന്നിരുന്നാലും അവർക്ക് എന്താണ് പറയാ, പക്ഷെ അവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ഓട്ടുള്ള സമയത്താണ് ലാലേട്ടൻ അവരെ എവിക്റ്റായി വന്ന സമയത്ത് ലാലേട്ടൻ പ്രധാനമായിട്ടും പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾക്ക് നല്ലൊരു ഓട്ടുള്ളതാണല്ലോ, എന്നിട്ടും അവർക്ക് അതുകൊണ്ട് അവർക്കത് പറ്റത്തില്ല എന്നൊരു കാര്യം അത് ഉറപ്പിച്ചു വെച്ചിട്ട്, അല്ലെങ്കിൽ എനിക്കതുകൊണ്ട് പറ്റത്തില്ല എന്ന് അവര് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. കാരണം ലാലേട്ടൻ തന്നെ അവിടെ പറയുന്നുണ്ട്, ആ ഒരു ഷോയ്ക്കകത്ത് നിന്നുകൊണ്ട് തന്നെ അവര് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു ഓട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് നല്ല വോട്ടിംഗ് ശതമാനം ഉണ്ടല്ലോ, എന്നിട്ടും അവരതിൽ നിന്ന് അവർക്ക് പറ്റത്തില്ല. കാരണം അവർക്ക് ഗെയിംസ് കാണുമ്പോഴും കാര്യങ്ങൾ കാണുമ്പോഴും എന്ന് പറഞ്ഞാൽ അവർക്ക് കഴിവില്ലാത്തവരാണെന്നോ അവർ കലാകാരി അല്ലെന്നോ ഒന്നും അല്ല നമ്മൾ പറയുന്നത്. കാരണം അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള രേണുവിന്റെ പല പരിപാടികളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ നല്ല ട്രോളായിട്ട് ഓടുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് ചില അവിടുത്തെ ഗെയിമും കാര്യങ്ങളും കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള പല ഹെവി ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതൊന്നും അവർക്ക് പറ്റത്തില്ല. അവരെന്നാലും ഇറങ്ങി പോരുന്നു. പക്ഷെ കിച്ചുവിന് അത് ഇറങ്ങി വന്നപ്പോൾ കിച്ചുവിന് നല്ല വിഷമമുണ്ട്. അവൻ അത് ചോദിക്കുന്നു, അമ്മയ്ക്ക് നിൽക്കായിരുന്നു എന്നുള്ള കാര്യം. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റും. പക്ഷെ അവിടെ ചെല്ലുമ്പോഴേ മാനസികാവസ്ഥയാണ്. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ നിന്ന് ഇറങ്ങുന്ന അല്ലെങ്കിൽ വിറ്റായി ഇറങ്ങുന്ന പല ആൾക്കാരും വെളിയിൽ നിന്ന് കാണുന്നത് പോലെയല്ല കാര്യങ്ങൾ. അപ്പൊ നമുക്ക് തോന്നും, പക്ഷെ രേണു ഇറങ്ങിയ സമയത്ത് നമുക്കും തോന്നിയിട്ടുണ്ടായിരുന്നു നിൽക്കാമായിരുന്നില്ലേ എന്ന്. പക്ഷെ നമുക്ക് പറയുന്ന പോലല്ല, അവിടെ നിൽക്കുന്നതും അതുമായിട്ട് ഫേസ് ചെയ്യുന്ന എല്ലാവരാണ്, അവർക്ക് മാത്രമേ. പക്ഷെ എന്നിരുന്നാലും രേണു പറഞ്ഞ ഒരു കാര്യം നമ്മൾ വീണ്ടും അതിലേക്ക് വരാം, സ്വനം നന്നാവുമ്പോൾ പാട്ട് നിർത്തണോ എന്നുള്ള കാര്യം. ആക്ച്വലി രേണു അന്നേരം അവർക്ക് അതിലൂടെ എന്താണ് നെഗറ്റീവ് മാറി പോസിറ്റീവിലേക്കായി. ആക്ച്വലി അവർ അത്രയാണ് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം. അവിടെ പോകണമെന്നോ വിന്നർ ആവണമെന്നോ ജയിക്കണമെന്നൊന്നും അല്ല. അവർക്ക് കിട്ടിയ അല്ലെങ്കിൽ അതുവരെ ഉണ്ടാകുന്ന നെഗറ്റീവിൽ നിന്നും അവർക്കൊരു പോസിറ്റീവിലേക്ക് വരണം എന്നുള്ള കാര്യമാണ്. ഇതിനിടയിൽ ഒരു പല കമന്റ്സുകളും പറയുന്നുണ്ട്, ഇനിയും നിങ്ങൾ പോയി ഇന്റർവ്യൂവിലേക്കും വ്യൂവേഴ്സ് ആയാലും മീഡിയാസ് ആയാലും എല്ലാം, ഇന്റർവ്യൂവേഴ്സ് ആയാലും മീഡിയക്കാരായാലും എല്ലാം, സത്യം പറഞ്ഞാൽ ഇവരുടെ വായിൽ നിന്ന് വന്ന നെഗറ്റീവ് കമന്റ് ചെറിഞ്ഞെടുത്ത് അത് വെച്ച് വിറ്റ് കാശുണ്ടാക്കി ജീവിക്കുന്ന ആൾക്കാരാണ് സമൂഹത്തിൽ മൊത്തം ഉള്ളത് അല്ലേ. നമ്മള് അത് മനസ്സിലാക്കി ഇനിയെങ്കിലും നിങ്ങൾ മുന്നോട്ട് ജീവിക്കൂ എന്ന് പറഞ്ഞ്
കമന്റ് ഇടുന്ന ഒരുപാട് കമന്റ്സുകളും ആ ഒരു വീഡിയോയുടെ താഴെ കാണുന്നുണ്ട്. പക്ഷെ എന്നാലും അവരതൊന്നും ചെയ്യിക്കൊള്ളൂ എന്ന് നമുക്ക് അറിയത്തില്ല. ആക്ച്വലി ഞാനൊരു കമന്റ് വായിക്കാം. കിച്ചു, ഞാനൊരു കാര്യം പറയട്ടെ, അമ്മയോട് നീ പറയണം, ഇനി വിവാദത്തിൽ പെടരുത്, കഴിവതും ഇന്റർവ്യൂ ഒഴിവാക്കുക. വിവാദമുണ്ടാക്കുന്ന റീൽ ഒഴിവാക്കൂ. രേണുവിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സ്വന്തം യൂട്യൂബിൽ വരൂ. മറ്റുള്ള യൂട്യൂബർമാർ രേണുവിനെ വെച്ച് കാശുണ്ടാക്കുന്നത് അറിയാഞ്ഞിട്ടല്ലല്ലോ. സ്വന്തം യൂട്യൂബിൽ ആക്റ്റീവ് ആയാൽ ജീവിതമാർഗം അതിൽ നിന്ന് കിട്ടുമല്ലോ. രേണുവിന്റെ ചില ഡ്രസ്സ്, ചില വാക്കുകൾ മൂലം നെഗറ്റീവ് ഉണ്ടാകുന്നത്. ഈ മെസ്സേജ് അമ്മയ്ക്ക് അയച്ചു കൊടുക്കും. നിങ്ങളെ എല്ലാവരും സ്നേഹിക്കുന്നത് കൊണ്ട് പറഞ്ഞതാ. ഇഷ്ടമുണ്ടെങ്കിൽ അംഗീകരിക്കൂ. അപ്പൊ അതിന്റെ തൊട്ട് താഴെ വന്നിട്ടുള്ള റിപ്ലൈ ആണ് ഇപ്പൊ കേക്കുവെന്ന്. അന്നേരം അവര് തമ്മിലൊക്കെ അവർ പരസ്പരം വന്ന് കമന്റ് ഇടുന്നുണ്ട് അതിനടിയിൽ. അതിപ്പോ നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. അതിനകത്ത് പിന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ്, എന്താണ്, അങ്ങനെ പറയല്ലേ സോദരി. രേണുവിന്റെ റീൽസ് ഒക്കെ ആദ്യം കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു. പിന്നീട് ആ കുട്ടിയുടെ സ്ഥാനം ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ജീവിതത്തെ റീവൈൻഡ് അല്ല ഇപ്പോൾ നമ്മൾ നഷ്ടപ്പെടുന്നത്, പിന്നെ നമുക്ക് തിരിച്ചു കിട്ടില്ല. അവളുടെ സ്വന്തം നഷ്ടപ്പെട്ട ഭർത്താവിനെ നഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ്. അവര് സമൂഹത്തിൽ ഇത്രയും നാണക്കേടുകൾ, അപവാദങ്ങൾ സഹിക്കുന്നു. പക്ഷെ അവൾക്ക് അതിൽ നിന്നുള്ള റിലാക്സ് കിട്ടുന്നതിൽ ഒരു ഷീ റീൽസിൽ നിന്നൊക്കെ ആയിരിക്കും. ആക്ച്വലി എന്താണ്, അവരത്രേ ഉദ്ദേശിച്ചുള്ളൂ എന്നുള്ള കാര്യം. അവർക്ക് അവിടെ പോകണമെന്നോ വിന്നർ ആവണമെന്നോ അല്ലെങ്കിൽ ട്രോഫിയും കൊണ്ട് വരണമെന്നോ കപ്പും കൊണ്ട് വരണമെന്നോ അത്രയും ഓട്ടുള്ള സമയത്ത് പോലും അവരന്ന് ഇറങ്ങി വന്നൊരു സ്ത്രീയാണ്. അവർക്ക് അവരെങ്ങനെയാണോ അവർ അതുപോലെ ജീവിക്കാനാണ് അവർ ആക്ച്വലി ഇഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യം. പക്ഷെ നമ്മളും ഒരു പക്ഷെ ഇഷ്ടപ്പെട്ടിരുന്നു. ആക്ച്വലി രേണു ബിഗ് ബോസിൽ പോയപ്പം ഒരു സാധാരണക്കാരൻ നിലയിൽ നമ്മളും അവർ പോയതിനും അവർക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യത്തെയൊക്കെ ഓർത്ത് നമുക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും നെഗറ്റീവ് പറഞ്ഞ് അടിച്ചാക്ഷേപിക്കുമൊന്നുമല്ല. നമ്മൾ ഒരിക്കലും അത് നെഗറ്റീവ് അല്ല. അവനവന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യത്തിൽ ചെയ്ത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കണ്ട് സന്തോഷം കണ്ടെത്തുക എന്നുള്ള കാര്യമാണ്. ആ ഒരു അഭിപ്രായത്തോടാണ് ഗൈസ് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നത്. അതാണ് അങ്ങനെ പറഞ്ഞ് അടി കൂടുന്ന ഒരു കമന്റ് ബോക്സ് ആണ് ആക്ച്വലി കമന്റ് ബോക്സ്. പിന്നെ രേണുവിന് എന്താണ്, അവർക്ക് അവരുടേതായ ചില കലാപരിപാടികൾ. രേണു ഇറങ്ങിയ സമയത്ത് രേണു ഡാൻസ് ഒക്കെ ശരിക്കും വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പൊ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം രേണുജയ്ക്ക് കുറച്ചുകൂടി ഒരു പോസിറ്റിവിറ്റി കിട്ടി എന്ന് അവര് തന്നെ പറയുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അതിൽ പോയത് എന്നുള്ള കാര്യം. പക്ഷെ എന്നിരുന്നാലും ഗൈസ് അവരുടെ ആ ഒരു ചങ്കുറപ്പിനെയാണ് എനിക്ക് അതിശയം തോന്നുന്നത് ആക്ച്വലി. കാരണം അത്രയും ഒരു വോട്ടിംഗ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടും അവർ വലിയ ഗെയിം കളിച്ചിട്ടുള്ള ഭയങ്കരമായിട്ട് ഗെയിമിംഗ് 1-2 വാക്ക് പോരാട്ടത്തിൽ തന്റെ എന്താണ് ക്യാമറ പ്രസൻസ് ഉള്ള നിലനിർത്തിയെന്നല്ലാതെ ഗെയിമിങ്ങിൽ വളരെ വീക്കായിരുന്നു. എന്നെ കൊണ്ട് അതൊന്നും പറ്റത്തില്ല. എനിക്കിതൊക്കെയാണ്. അവരുടെ ചില കംഫർട്ട് സോൺസ് ഉണ്ട്. അവർ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ചില ഇതുണ്ട്. അതിൽ അവർ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യമോ എന്റെ കുറച്ച് പോസിറ്റിവിറ്റി അല്ലെങ്കിൽ എന്റെ കുറച്ച് നെഗറ്റീവ് ഒന്ന് മാറി കിട്ടാൻ വേണ്ടി ആക്ച്വലി ഞാൻ ബിഗ് ബോസിലേക്ക് പോയി. ലാലേട്ടൻ എന്നെ ഒന്ന് അതിലേക്കൊന്ന് വിളിച്ചു കയറ്റണമായിരുന്നു. അതിലൂടെ കിട്ടുന്ന കാരണം അവർക്ക് അത് ആക്ച്വലി അവരത്രയാണ് അതിൽ ഉദ്ദേശിച്ചെന്നുള്ള കാര്യം. പക്ഷെ ഈ വിവാദങ്ങൾക്കിടയിൽ അവർ ശരിക്കും മനസ്സിലാവാതെ പോയൊരു കാര്യമുണ്ട്. അത് ഇനിയെങ്കിലും മനസ്സിലാകും എന്ന് നമ്മൾ വിശ്വസിക്കുക. കാരണം രേണു മനസ്സിലാവും നടത്തില്ല. കാരണം അവരുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ അത് പല ഇന്റർവ്യൂവിലും വന്ന് പറഞ്ഞ് ഇന്റർവ്യൂക്കാര് കാശുണ്ടാക്കുകയും അവർക്ക് ഗെയിൻ സംഭവിച്ചുകൊണ്ട് വരുന്നു. നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് ഞാൻ എത്തി എന്ന രീതിയിൽ അവർ സന്തോഷിക്കുന്നതായിട്ട് ഗൈസ് ഈ ഒരു വീഡിയോ കാണാനിടയായി. അതിൽ സന്തോഷം. കാര്യങ്ങൾ പിന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, അതായത് 1-2 മാസങ്ങൾക്ക് മുമ്പ് നെഗറ്റീവിനപ്പുറം നെഗറ്റീവോടെ നെഗറ്റീവ്, അതായത് അവരുടെ വായിൽ നിന്ന് വല്ലതും വീണ് അത് ഊറ്റി ജീവിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ നിന്നും അവർക്ക് പ്രൈവസി പാലിച്ച് മുന്നോട്ട് ജീവിക്കാൻ ഇനി അവർക്ക് പറ്റണേ എന്ന് മാത്രമേ ഗൈസ് എനിക്ക് പറയാനായിട്ടുള്ളൂ. അത് മനസ്സിലാക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഗൈസ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക ഗൈസ്.